ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഡിഷ് ദഹി ബിണ്ടി. അതിലേക്കായി 3-4 വെണ്ടയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി ഇടത്തരം കഷ്ണങ്ങളായി മുറിച്ച് മാറ്റുക. ഒരു സവാള എടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റുക. ഇതിലേക്കായി 3-4 വെളുത്തുള്ളി എടുത്ത് അതും ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതും ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റിയതിന് ശേഷം അടുത്തതായി ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്ത് ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3-4 പച്ചമുളക് അരിഞ്ഞ് ചെറുതായി മാറ്റി വയ്ക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിൽ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാലക്കൂട്ടാണ്. ഇതിലേക്ക് 1 ബൗൾ തൈര് എടുത്തതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തതായി പാൻ എടുത്ത് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ എണ്ണയിലേക്ക് തന്നെ 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഈ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നന്നായി വഴറ്റുക. ഇവ നന്നായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. മസാലക്കൂട്ടിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളും കൂടി ചേർത്തിളക്കി നന്നായി യോജിപ്പിക്കുക. നന്നായി തിളയ്ക്കുമ്പോഴും മല്ലിയില ചേർത്ത് ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ ദഹി ബിണ്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.